പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിലെ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ CM പങ്കിൻ്റെ നേതൃത്വത്തിൽ വന്ന ടീം പരാജയപ്പെടുന്നതിന് വലിയ കാരണമായ ആ മിസ്റ്ററി റെസ്ലർ ആരാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്ററി റെസ്ലറിൻ്റെ കടന്നു വരവ് CM പങ്കിനെ സൂപ്പർ കിക്ക് കൊടുത്തും കർബ് സ്റ്റോമ്പും കൊടുത്തും ആക്രമിച്ച് പിന്നീട് ആ മിസ്റ്ററി റെസ്ലർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു അവസരമാണ് ബ്രോൺ ബ്രേക്കർ ആ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ മത്സരത്തിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിന് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ സൂപ്പർ കിക്കും കർബ് സ്റ്റോമ്പും ഒക്കെ സെത്ത് റോളിൻസ് എന്ന് പറയുന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ വിഷൻ ടീമിൻ്റെ ലീഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മൂവുകളിൽ ഒന്നാണ്. അപ്പോൾ സെത്ത് ആണോ എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ട്. സെത്ത് റോളിൻസ് അല്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ സെത്ത് ആയിരിക്കുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് CM പങ്കും ബ്രോൺ ബ്രേക്കറും ഫേസ് ടു ഫേസ് നിൽക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ നടുക്കിലേക്ക് ഈ ഒരു മാസ്ക് ഇട്ട മിസ്റ്ററി റെസ്ലർ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് CM പങ്കിനെ ആക്രമിക്കാനുള്ള കാരണം അത് സെത്താണോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു റെസ്ലർ ആകാനാണ് സാധ്യത എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലരും ബഡി മെർഫി എന്നുള്ള റെസ്ലറിൻ്റെ പേര് പറയുന്നുണ്ട്. ബഡി മെർഫി ഇപ്പോഴും AEW കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്. ബഡി മെർഫി ആയിരിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ബഡി മെർഫിയുടെ സൈസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ സൈസ് ഉള്ളതാണ്. അപ്പോൾ സൈസ് വെച്ച് നോക്കുമ്പോൾ ബഡി മെർഫി ആകാൻ നിലവിൽ യാതൊരുവിധ സാധ്യതയുമില്ല. മറ്റൊരു സാധ്യതയുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നതും ഓസ്റ്റിൻ തിയറി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ പേരാണ്. ഓസ്റ്റിൻ തിയറി ആയിരിക്കും അത് എന്നും ഓസ്റ്റിൻ തിയറി ദ വിഷൻ ടീമിലെ 4ാമത്തെ മെമ്പറായിട്ട് പോൾ ഹേമൻ്റെ കൂടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഈ വരുന്ന റോ എപ്പിസോഡിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഓസ്റ്റിൻ തിയറിയെ അവർ ഈ ടീമിലെ പുതിയ മെമ്പറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മിസ്റ്ററി റെസ്ലർ എന്നുള്ള ഒരു സ്റ്റോറി അവർ ഇന്നത്തെ സർവൈവർ സീരീസിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൾറെഡി കുറേ മാസങ്ങളായിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു ഓസ്റ്റിൻ തിയറിയും ദ വിഷൻ ഫാക്ഷനിലെ മെമ്പറായിട്ട് വരാൻ പോകുന്നു എന്നുള്ളത്. വാർ ഗെയിംസിൽ ഓസ്റ്റിൻ തിയറിയും കൂടി ഭാഗമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓസ്റ്റിൻ തിയറിയെ വിഷൻ ടീമിലേക്കോ വാർ ഗെയിംസിലേക്കോ അവർ പരിഗണിച്ചില്ല. പക്ഷേ ഓസ്റ്റിൻ തിയറി ആയിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദ വിഷൻ ടീമിൻ്റെ സ്റ്റോറി ഒന്നുകൂടി ബെറ്ററായി മാറുന്നത് നമുക്ക് ഇനി വരുന്ന റോ എപ്പിസോഡുകളിൽ കാണാൻ സാധിച്ചേക്കാം. എന്തായാലും ഈ ഒരു മിസ്റ്ററി റെസ്ലർ ആര് എന്നുള്ള ഒരു ചോദ്യം ഇട്ടത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് ഒന്നും കൂടിയും ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. കാരണം അത് ആര് എന്നുള്ളത് ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റും വരാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും റോ എപ്പിസോഡ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് ആരാണെന്ന് അവർ വെളിപ്പെടുത്തും. പങ്ക് ഇനി ബ്രോൺ ബ്രേക്കറിനെതിരെയാണോ അതോ ഈ മിസ്റ്ററി റെസ്ലറിനെതിരെയാണോ സ്റ്റോറി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർ ഗെയിംസ് ആണ് നമുക്ക് ഈ വർഷം കാണാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.